നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും നിങ്ങളെ വിട്ടുപോയതുപോലെ. പക്ഷേ ഒരാൾ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. അത് അല്ലാഹു ആണ്. നമ്മൾ ദിവസവും ഓതുന്ന, പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ഒരു സൂറത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മളുടെ ഒരു ദിവസത്തിൽ കുറഞ്ഞത് 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സൂറത്ത് ഓതുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ നമ്മളുടെ നിസ്കാരത്തിലൂടെയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ കൂടുതലായിട്ടും ഓതുന്നത്. പക്ഷേ ഈ ഒരു സൂറത്ത് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അതൊരു സാധാരണ സൂറത്തല്ല. അതൊരു ദുആയാണ്, അതൊരു സംഭാഷണമാണ്, അതൊരു ജീവിത മാർഗരേഖയാണ്. ബിസ്മി വെച്ചിട്ടാണ് ഈ ഒരു സൂറത്ത് ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എത്ര സുന്ദരമായ തുടക്കമാണത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടല്ല തുടങ്ങുന്നത്, മറിച്ച് കരുണയോടുകൂടിയാണ് തുടങ്ങുന്നത്. റഹ്മാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും കരുണ കാണിക്കുന്നവൻ. റഹീം എന്ന് വെച്ചാൽ വിശ്വാസികൾക്ക് പ്രത്യേക കരുണ നൽകുന്നവൻ. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബിസ്മിയും ഒരായത്തായിട്ടാണ് തുടങ്ങുന്നത്. നീ എത്ര തന്നെ തെറ്റിയാലും, അല്ലെങ്കിൽ നീ എത്ര തന്നെ വീണാലും, നീ എത്ര കരഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ പ്രശംസയും എല്ലാ സ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ്. നമ്മളുടെ ആരുടെയും ജീവിതം പെർഫെക്റ്റ് അല്ല, പക്ഷേ നമ്മളെ കൈവിടാതെ നമ്മളെ മുറുകെ പിടിക്കുന്നത് അല്ലാഹു ആണ്. നെക്സ്റ്റ് ആയതാണ് റഹ്മാൻ റഹീം. അല്ലാഹു വീണ്ടും വീണ്ടും തൻ്റെ കരുണയെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത പോലെയാണ് തോന്നുക. ഞാൻ അല്ലാഹുവിൽ നിന്ന് ഒരുപാട് അകന്നു, എനിക്കും അല്ലാഹുവിനും ഇടയിലുള്ള ഒരു ബന്ധം കൂട്ടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ പലരുടെയും പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹു ഡയറക്റ്റായിട്ട് പറയാണ്, നിങ്ങൾ എന്നെ പരിചയപ്പെടൂ, ഞാൻ കരുണയുള്ളവനാണ്. നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് അവൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മളെ അവനിലേക്ക് വിളിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഇവിടെ നീതി ഉറപ്പാണ്. നീതി കിട്ടാത്തവർക്ക്, വേദന സഹിച്ചവർക്ക് അവസാനം ഒന്നും അവർക്ക് നഷ്ടമാവില്ല. എല്ലാവർക്കും ഈക്വലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പുലർത്തും. നിങ്ങളുടെ ഓരോ കണ്ണീരും അവൻ എണ്ണീയിട്ടുണ്ട്. അഞ്ചാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മൾ മനുഷ്യന്മാരുടെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുത്താണ്. നമ്മൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിനോട് മാത്രം നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ പറയുക, നമ്മൾ സഹായം തേടുക. നമുക്കൊരിക്കലും അല്ലാഹുവിൻ്റെ സഹായം തേടാതെ ഒന്നും നേടാൻ കഴിയില്ല. അല്ലാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം കിട്ടും. ആറാമത്തെ ആയത്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. ഈ ഒരു ആയത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പണം ചോദിക്കുന്നില്ല, പ്രശസ്തി ചോദിക്കുന്നില്ല, പക്ഷേ നേരായ വഴിയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴി ശരിയാണെങ്കിൽ പിന്നെ എല്ലാം ശരിയായിക്കോളും. നമ്മൾ നേരായ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്കത് തന്നെ മതിയാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ മനസ്സിന് സമാധാനം, ആ ഒരു ഇന്നർ പീസ് ഉണ്ടാവുള്ളൂ. എക്കാലത്തും നമുക്ക് ആ ഒരു സമാധാനം നമ്മളുടെ ഉള്ളിലുണ്ടാവുള്ളൂ. മറിച്ച് പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടോ ഇതൊന്നും നമുക്ക് ആക്ച്വൽ ട്രൂ സമാധാനം നമുക്ക് ലഭിക്കില്ല. നമ്മളുടെ ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലേ, ഒരുപാട് തെറ്റിലേക്ക് പോകാനുള്ള ധാരാളം വഴികളുണ്ട്. നമ്മൾ അല്ലാഹുവിനോട് നേരായ വഴിയിൽ നയിക്കണമേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുവാണ്
അതായത് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മളുടെ കയ്യിലുണ്ടാവുന്നത്, ഇതൊന്നുമല്ല വലിയൊരു കാര്യമെന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ നേരായ മാർഗത്തിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചിലപ്പോൾ നമുക്ക് ലൈഫിൽ പലപ്പോഴും ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മെൻ്റലി ഒരുപാട് തളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ആയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എല്ലാം ഒന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ നമ്മളൊന്ന് പോസ് ചെയ്യുക, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക, നമ്മൾ ഗൈഡൻസിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മൾ ഈ ഒരു ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെയാണ്. നമ്മൾ ഈ ഒരു ആയത്ത് ഓതുന്നതിലൂടെ നമ്മൾ ഉറപ്പിക്കുകയാണ്. അതായത് നമുക്ക് നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണ്ടി വരും. ഇനി നമ്മൾ ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ അർത്ഥമൊന്ന് നോക്കാൻ പോവാണ്. ഈ ഒരു ആയത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതായത് അവന് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നമ്മളെയും കൂടെ ഉൾപ്പെടുത്താൻ. അവൻ കോപിച്ചവരുടെ മാർഗത്തിലല്ല, മറിച്ച് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നമ്മളെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനമായിട്ട് ഒരു ദുആ പോലെ നമ്മൾ ചോദിക്കുകയാണ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലേ, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പക്ഷേ അതിലേത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഈ ഒരു ആയത്ത് ഒരു റിമൈൻഡറാണ്. അതായത് നമ്മൾ നല്ല ആൾക്കാരെ, നല്ല ഹാബിറ്റ്സ് ഉള്ളവരെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ നല്ല ആൾക്കാരെ ഫോളോ ചെയ്താൽ നമുക്കൊരുപാട് നന്മയും നമുക്കൊരുപാട് അനുഗ്രഹവും ഒരുപാട് സമാധാനവും ഒക്കെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപം കിട്ടിയവരുടെ മാർഗത്തിൽ, അവരുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ചിലവരുണ്ടാവും, അവർ ഒരുപാട് ലോസ്റ്റായിരിക്കും, അവർക്കറിയായിരിക്കും ഇസ്ലാമാണ് സത്യമെന്നുള്ളത്. പക്ഷേ എന്നിട്ടും അവരത് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. എല്ലാ കാര്യത്തെക്കുറിച്ചും അവർക്കറിയായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടുന്ന ശിക്ഷകളും, അല്ലെങ്കിൽ നമ്മൾ നേരായ രീതിയിൽ നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളും എല്ലാം മനസ്സിലാക്കിയ ശേഷവും അവർ അള്ളാഹുവിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവർ തെറ്റായ പാതകൾ, തെറ്റായ വഴികൾ അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ടാവും. യാ റബ്ബേ, നമ്മളെത്ര വീണാലും, നമ്മളെത്ര തെറ്റ് ചെയ്താലും, നമ്മളെത്ര ദുഃഖിതരായാലും നീ നമ്മളെ വിട്ടുകളയരുത്. നേരായ വഴിയിൽ നമ്മളെല്ലാവരെയും നയിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ കരുണ നിറയ്ക്കൂ. നമ്മൾ നിന്നോട് ചേർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും നമ്മളെ തകർക്കാൻ കഴിയാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.